പൂരത്തിനൊരുങ്ങി തൃശൂർ. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ചമയ പ്രദർശനം നടന്നു. സാമ്പിൾ വെടിക്കെട്ട് വൈകിട്ടാണ്. ജില്ലയിൽ 3 മണി മുതൽ ഗതാഗത നിയന്ത്രണമുണ്ട്. ജെയ്സൺ ചാവോളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാവോളപ്പിൽ, പൂരത്തിലേക്ക്, പൂരാവേശത്തിലേക്ക് നമ്മളും തൃശൂരുകാരും എല്ലാം കടക്കുകയാണ്. എത്രത്തോളം വിപുലമായിരുന്നു ഇന്നത്തെ ചടങ്ങുകൾ? സുജയ, തീർച്ചയായും തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം രാവിലെയാണ് ചമയ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. ആദ്യം പാറമേക്കാവിൻ്റെ ചമയ പ്രദർശനമാണ് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രിമാരായ കെ രാജനും ആർ ബിന്ദുവും ഉൾപ്പെടെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത്. അതിനുശേഷമാണ് തിരുവമ്പാടിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. വളരെ ആഘോഷത്തോടും വളരെ ആവേശത്തോടും പുതുമകളും നിറഞ്ഞ ഒരു തൃശ്ശൂർ പൂരത്തിനാണ് വരും ദിവസങ്ങളിൽ നാം സാക്ഷിയാകാൻ പോകുന്നത്. ഇനി തൃശ്ശൂർ പൂരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 7:30യോടുകൂടി സാമ്പിൾ വെടിക്കെട്ട് നടക്കും. സാമ്പിൾ വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തുക തിരുവമ്പാടിയാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കും വടക്കും ഭാഗത്തായി തയ്യാറാക്കുന്ന കരിമരുന്ന് പ്രയോഗം കാണാൻ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആളുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. വൈകിട്ട് 3 മണിയോടുകൂടി ഗതാഗത ക്രമീകരണം ആരംഭിക്കും. ഗതാഗത ക്രമീകരണത്തോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായി കൂടുതൽ ആളുകൾക്ക് വെടിക്കെട്ട് കാണുന്നതിനുള്ള സൗകര്യങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും വരും മണിക്കൂറുകൾ തൃശ്ശൂർ പൂരലഹരിയിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നിരവധി പേർ പൂരത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കാണാനായി തൃശ്ശൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സുജയ, സാമ്പിൾ വെടിക്കെട്ട് എത്ര മണിക്ക് തുടങ്ങും ജെയ്സൺ? ഒപ്പം തന്നെ ഈ ചമയ പ്രദർശനത്തിനായിട്ടൊക്കെ ആളുകൾക്ക് വരുന്നതിനൊക്കെ ഇപ്പോൾ പൂരത്തിനായി ആദ്യമായി വരുന്ന ആളുകളാണെങ്കിൽ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ജെയ്സൺ? സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങുക 7:30-ക്കാണ്. ആ സമയമാകുമ്പോഴേക്കും തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ട് ജനനിബിഡമാകും. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പേർക്ക് സ്വരാജ് റൗണ്ടിൻ്റെ ഒരു ഭാഗത്തുനിന്ന് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതായത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ആശങ്കകളെല്ലാം പരിഹരിച്ചിരുന്നു. വെടിക്കെട്ട് നടക്കുമോ ഇല്ലയോ എന്ന ഒരു ആശങ്ക ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി വെടിക്കെട്ട് ഏറ്റവും ഭംഗിയായി നിരവധി സർപ്രൈസുകൾ ഒരുക്കി വെച്ചുകൊണ്ടുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് നടക്കുക എന്ന് വെടിക്കെട്ട് നടത്തുന്ന തിരുവമ്പാടിയും പാറമേക്കാവ് വിഭാഗങ്ങൾ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുൽവാമ ആക്രമണത്തിലുണ്ടായ സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള ഏറ്റവും വിപുലമായ, ഏറ്റവും നല്ല രീതിയിൽ കാഴ്ച പകരുന്ന വെടിക്കെട്ടിലെ സാമ്പിൾ വെടിക്കെട്ട് നമുക്ക് കാണാനാകും എന്ന പ്രതീക്ഷ തന്നെയാണ് പൂരപ്രേമികൾക്കുള്ളത്. അതോടൊപ്പം തന്നെ തിരുവമ്പാടിയുടേതാണെങ്കിൽ അവരുടെ ചമയ പ്രദർശനം നടക്കുന്നത് കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ്. തൃശ്ശൂർ നഗരത്തിലെ ഷൊർണൂർ റോട്ടിലാണ് കൗസ്തുഭം ഓഡിറ്റോറിയം ഉള്ളത്. അതോടൊപ്പം പാറമേക്കാവിൻ്റേത് അഗ്രശാലയിലാണ്. പാറമേക്കാവ് ക്ഷേത്രത്തോട് ചേർന്നാണ് അഗ്രശാല. അവിടെ എത്തുക, വരിയിൽ നിൽക്കുക, ഏറ്റവും ഭംഗിയായി ഓരോ കുടകളെയും കണ്ടാസ്വദിക്കാൻ, ആലവട്ടവും വെഞ്ചാമരവും കണ്ടാസ്വദിക്കാൻ, ആനകൾക്കുള്ള ഉടയാടകൾ കണ്ടാസ്വദിക്കാൻ, അരമണിയും ഉൾപ്പെടെയുള്ളവ കണ്ടാസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇരു ദിവസങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാത്രി 12 മണി വരെ ഇന്നും നാളെയും ഉണ്ടാകും. നാളെ വൈകിട്ട് 12 മണി വരെയാണ് ഈ ചമയ പ്രദർശനങ്ങൾ നടക്കുന്നത്. നാളെ രാവിലെ നെയ്തലക്കാവ് ദേവി വന്ന് തെക്കേ ഗോപുരനട തുറക്കും. അതോടുകൂടി ലോകത്തെ മുഴുവൻ തൃശ്ശൂർ പൂരത്തിന് എത്തുന്നതിന് വേണ്ടിയുള്ള ക്ഷണമാണ് പ്രധാനമായും ഈ തെക്കേ ഗോപുരനട തുറക്കുക എന്നതാണ്. വലിയ ആവേശം നിറഞ്ഞ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. എറണാകുളം ശിവകുമാറാണ് ഈ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തെച്ചിക്കോട് രാമേന്ദ്രൻ വന്നിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 വർഷങ്ങളിലായി ശിവകുമാറാണ് തിടമ്പേറ്റുന്നത്. ആര് വന്നാലും ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും മികച്ച ഇവൻ്റാണ് തൃശ്ശൂർ പൂരം. ആ ഇവൻറ്റിന് ഇന്ന് ഔപചാരികമായി തുടക്കമായിരിക്കുന്നു. കൊടിയേറ്റം കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുടർ ചടങ്ങ് എന്ന് പറയുന്നത് ചമയ പ്രദർശനമാണ്. ചമയ പ്രദർശനം, സാമ്പിൾ വെടിക്കെട്ട്, നാളെ നെയ്തലക്കാവ് ഭഗവതി തിടമ്പേറ്റി വടക്കുന്നാഥനെ വണങ്ങി അതിനുശേഷം തെക്കേ ഗോപുരനട തുറക്കുന്നു. പിന്നീട് മറ്റന്നാൾ പുലർച്ചെ കണിമംഗല ശാസ്താവിൻ്റെ വരവോടുകൂടിയാണ് ചെറുപൂരങ്ങളുടെ വരവ് ആരംഭിക്കുന്നത്. 8 ചെറുപൂരങ്ങളാണ് ഇതിലുള്ളത്. കണിമംഗല ശാസ്താവിൽ തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ തിരുവമ്പാടിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് മറ്റന്നാൾ രാവിലെ 7 മണിയോടുകൂടി ആരംഭിക്കുന്നു. പാറമേക്കാവ് ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ആരംഭിക്കുന്നു. അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ ചടങ്ങുകളും ഓരോ ആഘോഷങ്ങളും വരും മണിക്കൂറുകളിലുണ്ട്. എല്ലാം കാണാൻ, എല്ലാം ആസ്വദിക്കാൻ റിപ്പോർട്ടർ സംഘവും സജ്ജമായി കഴിഞ്ഞു. സ്ഥലത്തെ തൃശ്ശൂർ നഗരത്തിൽ എത്താൻ കഴിയാത്തവർക്ക് റിപ്പോർട്ടർ ചാനലിലൂടെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ നാം നൽകും. അതോടൊപ്പം തന്നെ തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടുത്തെ ദേവസ്വങ്ങളും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുണ്ട്. സൂര്യ, ഓക്കെ ജെയ്സൺ ചാവളപ്പിൽ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് പൂരം കാണാം, പ്രേക്ഷകരെ പൂരം കാണിച്ചു കൊടുക്കാം. പൂരാവേശം അത് ഒട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ വാർത്താ സംഘവും തയ്യാറാണ്.